വന്നേലും വേഗത്തിൽ പോയി പാട്ട് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിൻ്റെ കാര്യം. കഴിഞ്ഞ ആഴ്ച സൺറൈസേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷേ ഇന്നലെ പൊടുന്നനെ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അതായത് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ മേൽനോട്ടത്തിൽ ചെയ്യേണ്ട ചില ചികിത്സാ കാര്യങ്ങൾ ബാക്കിയുണ്ട്, അതിനുവേണ്ടിയാണ് അദ്ദേഹം മടങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇനിയൊരു തിരിച്ചുവരവില്ല മക്കളെ എന്നാണ് കുറേ ആളുകൾ പറയുന്നത്. പറയാൻ പറ്റില്ല. ഏതായാലും ഇപ്പോൾ പോയിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദ് പറയുന്നത് ഏപ്രിൽ ഒരു 3-ാം വീക്ക് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം തിരിച്ചെത്തുമെന്നാണ്. അതുവരെ ഇഷാൻ കിഷൻ ക്യാപ്റ്റനായി തുടരും. ഏതായാലും കഴിഞ്ഞ കളിയിൽ വിജയവഴിയിലായിട്ടുണ്ടല്ലോ, ആ വിജയവഴി തുടരാൻ സാധിക്കട്ടെ. പിന്നെ പാറ്റ് കമ്മിൻസ് എന്ന് പറയുമ്പോഴേ അദ്ദേഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയൊന്നും ഇല്ല സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ച്. കാരണം വേറെയും പ്രത്യേകിച്ച് നല്ല ബൗളേഴ്സ് ഒന്നും ഇല്ലല്ലോ. T20 പിന്നെ പാറ്റ് കമ്മിൻസ് വമ്പൻ ബൗളറാണെന്ന് നമുക്ക് പറയാൻ കഴിയുമൊന്നുമില്ല, ഭയങ്കര ക്യാപ്റ്റനാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഓക്കെ, ODIയിലും ടെസ്റ്റിലൊക്കെ കിടിലമാണ്. അപ്പോൾ വലിയ രീതിയിൽ മിസ്സാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു എക്സ്പീരിയൻസ്, പ്രഷർ സിറ്റുവേഷനിൽ എക്സ്പീരിയൻസ് പ്ലേയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം ഗുണകരമാവില്ല, അത് മാത്രം ചെറുതായിട്ട് മിസ്സാവും എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഏതായാലും ഇനി അദ്ദേഹം തിരിച്ചു വന്നാൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ചില മാനദണ്ഡങ്ങളിലൂടെയാണ് തിരിച്ചു വരിക. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് ഞാൻ ബാറ്റ് മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിപാളി. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. കാമറൂൺ ഗ്രീൻ 25 കോടിക്ക് KKR വിളിച്ചെടുത്തിട്ട് ഇപ്പോൾ ബോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയും കൂടെ വിട്ടേക്കുന്നത്. ബാറ്റിംഗ് ആണെങ്കിൽ പുള്ളി 1-2 റണ്ണാണ് എടുക്കുന്നത്. എന്തോ അതേപോലെ ഇനി പാറ്റ് കമ്മിൻസിനെ നീ ബോൾ ചെയ്യാൻ പാടില്ല, ബാറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ ചെയ്യാനാ, കാശ് കൊടുത്ത് ഡീലാവുകയും ചെയ്തില്ലേ. അതുകൊണ്ട് ഇനിയിപ്പം കോൺട്രാക്റ്റും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയല്ലേ. ഈ ഇപ്രാവശ്യത്തോടുകൂടി മതിയാവട്ടെ പല IPL ടീമുകൾക്കും. ഇപ്രാവശ്യത്തോടുകൂടി ഈ വിദേശ താരങ്ങളെ നമ്പാനുള്ള ആ ഒരു ടെൻഡൻസി അവസാനിച്ചിട്ടുണ്ട്. പുതിയ ക്ലോസുകൾ അടുത്ത കോൺട്രാക്റ്റിൽ വരാൻ സാധ്യതയുണ്ട്.